ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ഒരു പ്ലേറ്റ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. റൗണ്ടിൽ ഇത് ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മാത്രം മതി. പിന്നെ കുറച്ച് ലൈൻസും ഭയങ്കര സിമ്പിൾ അല്ലേ. പിന്നെ ഇതിനോട് പെയിന്റ് കൂടി അടിച്ച് കൊടുത്ത് സെറ്റ് ആക്കി ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ആരും ഉണ്ടാക്കി എടുത്തത് കണ്ടില്ലേ? ഇത് ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ മിനിയേച്ചർ ഫുഡ്സിന്റെ 10ാമത്തെ ഐറ്റം ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് പ്രകാരം കൂടിയാണ് നമ്മുടെ ഈ ബിരിയാണി ഉണ്ടാക്കാനുള്ള കാരണം. ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ഒരു കമന്റ് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ എന്താ ഇനി ട്രൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന ഐറ്റം ചെയ്യണമെന്ന് ഫസ്റ്റ് ടൈം ആട്ടോ കമന്റ് ആയിട്ട് റിപ്ലൈ തരുന്നത്. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, നമ്മൾ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കമന്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് തന്നെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ആവേശം വരുള്ളൂ. അപ്പോൾ പറഞ്ഞ് നമ്മുടെ ബിരിയാണിയുടെ പരിപാടി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചില്ലേ, അത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആട്ടോ. ബിരിയാണിക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്താ. പിന്നെ നമ്മുടെ സാലഡ്, പിന്നെ കുറച്ച് അലങ്കാരത്തിന് കുറച്ച് ഒനിയനും പിന്നെ ഒരു ലെമൺ പീസും അതും കൂടി വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് ക്ലേ വെച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാലോ, അതിന് വേണ്ടിയിട്ടാട്ടോ കളർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ബിരിയാണി ഉണ്ടോ, നമ്മുടെ ബിരിയാണിയിൽ 2 ലെഗ് പീസും ഒരു എഗ്ഗും കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്? ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.